കൃഷ്ണൻതട്ട എക്സിറ്റ് പോളെല്ലാം വന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ BJP 3 മുതൽ 4 വരെ എത്താം എന്ന് എക്സിറ്റ് പോളുകൾ വരുന്നുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ ഇന്നലെ മുതൽ BJP സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്, ഉത്സാഹത്തിലാണ്, മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹവും പറയുന്നുണ്ട് 4 സീറ്റുകൾ വരെ, 3ഉം 4ഉം ഒക്കെ എന്ന് അദ്ദേഹം ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് വാസ്തവം? അത്രയും സീറ്റുകൾ കിട്ടുമോ? സുരേന്ദ്രൻ ജോണി ചോദിച്ചാൽ BJPക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതിനെ പറ്റി നമ്മൾ ജൂൺ 4 നോക്കിയിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന 1-2 സീറ്റ് കിട്ടുമെന്നാണ് BJPയുടെ ഒരു പ്രകടനം കണ്ടിട്ടുണ്ട്. പക്ഷെ സുരേന്ദ്രൻ പറയുന്നത് എക്സിറ്റ് പോളുകൾക്ക് പറയുന്നതിനപ്പുറം സീറ്റുകൾ കിട്ടും സുരേന്ദ്രനാണെന്നല്ലോ സംസ്ഥാന പ്രസിഡന്റ്. പുള്ളിയുടെ ആധികാരികമായിട്ടുള്ള സംസാരവും പത്രസമ്മേളനവും ഒക്കെ ഈ പുള്ളിയെ ഇലക്ഷൻ എന്തൊക്കെയോ ചെയ്തതുപോലെ, അല്ലെങ്കിൽ പുള്ളിക്കാണല്ലോ അത് പറയാനുള്ള അധികാരം. അല്ലല്ല, ഞാൻ പറയാം, അദ്ദേഹത്തിന് ഇപ്പൊ KPC പ്രസിഡന്റ് ആണല്ലോ കോൺഗ്രസിന്റെ കാര്യം പറയാനുള്ള അധികാരം, CPM സെക്രട്ടറിക്കാണ് CPMന്റെ കാര്യം പറയാനുള്ള അധികാരം. അദ്ദേഹത്തിന് അത് ഉണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്തുകയും നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന പോലെയാണ് പത്രസമ്മേളനങ്ങളിൽ നമുക്ക് മനസ്സിലാവും. കാരണം കേരളത്തിൽ അല്ല, അതിനകത്ത് വേറെ കാര്യം, മറ്റാരെങ്കിലും ഇവിടെ അതിന് പകരം മറ്റാരെങ്കിലും അല്ല, അതിനെപ്പറ്റി നമുക്കറിയത്തില്ല. ഞാൻ പറയുന്നത് കേരളത്തിൽ സുധാകരൻ അല്ല, സോറി, സുരേന്ദ്രൻ പറഞ്ഞില്ലെങ്കിൽ V മുരളീധരനാണ് സാധാരണ, ഇവർ രണ്ടുമാണ് പറയുന്നത്. അതെ അതെ, V മുരളീധരൻ ഇപ്പോൾ സ്ഥാനാർത്ഥി ആയതുകൊണ്ടായിരിക്കും പുള്ളി പറഞ്ഞത്. ജോണെ, കഴിഞ്ഞ 2019 ശേഷം 19-ൽ BJPയുടെ തേരോട്ടത്തിൽ കേരളത്തിൽ നിന്ന് യാതൊരു ഗുണവും ഉണ്ടായില്ല. വളരെ പ്രതീക്ഷയോടുകൂടി കേന്ദ്രം വരുന്നത്. അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJP അടിപ്പതറി. ഇനി തിരിച്ചു കയറാൻ പറ്റാത്തതോണം BJP ആയിപ്പോയി. സമരങ്ങൾ ഏറ്റെടുക്കാതെ BJP, പ്രതിപക്ഷമില്ലാത്ത BJP, അപ്പം ആർക്കും പ്രതീക്ഷയില്ലാത്ത BJP, ജനങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത BJP, അത്തരത്തിലേക്ക് BJP 2014 വന്ന ഹൈപ്പിൽ നിന്ന് താഴെയറ്റം പോയി. അപ്പം അത് വളരെ പ്രതീക്ഷയോടുകൂടി സുരേന്ദ്രനെ നോക്കിക്കണ്ട ഒരു കേരള സമൂഹവും കേന്ദ്രവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കും കേന്ദ്രത്തിൽ അദ്ദേഹത്തെ ഇത്രയും യുവാവായിട്ടുള്ള സീനിയോറിറ്റി ഒക്കെ മറികടന്ന് പ്രസിഡന്റ് ആക്കിയത്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, 2021 നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് എന്നായിരുന്നു, കഴിഞ്ഞ 2020. അതിൽ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ചില സീറ്റുകളിലൊക്കെ ഇവിടുത്തെ BJP സ്ഥാനാർത്ഥികൾ തോക്കുന്ന അവസ്ഥ വന്നു. തോക്കുന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ ദീർഘമായിട്ട് രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ള രീതി പരീക്ഷിക്കുമ്പോൾ അത് BJPക്ക് സാന്നിധ്യമുള്ളിടത്ത് വോട്ട് കുറയുകയും ബാക്കിയുള്ളിടത്ത് ജനം വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മൾക്ക് മനസ്സിലാവുന്നത് പോലെ തന്നെ BJP നേതാക്കന്മാർക്കും ദേശീയ നേതാക്കന്മാർക്കും ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ 2024 വന്നപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു അല്ലെങ്കിൽ പ്രതീക്ഷയും BJPക്ക് ഉണ്ടാവത്തില്ല ഇരുന്ന സ്ഥലത്താണ് BJP വളരെ ഒരു ഹൈപ്പിലേക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളുകൊണ്ട്. അതിന് യാതൊരു തർക്കവുമില്ല. നരേന്ദ്രമോദിയാണ് ഇവിടെ വന്ന് BJP കേന്ദ്രത്തിലുണ്ടാവും, അല്ലെങ്കിൽ BJPക്ക് കേന്ദ്രത്തിൽ വളരെ വലിയൊരു ഭാവിയാണ്, BJP ആണ് ഇനിയും ദീർഘകാലം കേന്ദ്രം ഭരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇവിടെ നിന്നും BJPക്ക് ആളുണ്ടാവണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായ അല്ലെങ്കിൽ അവരൊക്കെ എൻ്റെ സ്ഥാനാർത്ഥികളാണ്, അവർ ജയിച്ച് വരേണ്ടതായിട്ടുണ്ട്, ഈ കേരളത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. സുരേഷ് ഗോപിയൊക്കെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ മകളുടെ, ഇവിടുത്തെ നേതാക്കന്മാരുടെ മകളുടെ കല്യാണത്തിൽ ഇദ്ദേഹം വന്നില്ല. അതിനു മുമ്പ് സംസ്ഥാന നേതാവായിട്ട് എറണാകുളത്ത് അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നില്ല, അദ്ദേഹത്തിന്റെ പേര് കേരളത്തിലെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേശീയ ഭാരവൊക്കെ ആയിട്ടുള്ള മോൾ എറണാകുളത്ത് വെച്ച് കല്യാണം നടന്നില്ലേ, ഒരു സംവിധായകൻ കല്യാണം കഴിച്ചില്ലേ. അതിന് പോലും മോദി വന്നില്ല. കാരണം മോദി ഇന്ത്യയുടെ പ്രധാന ആ സ്ഥാനത്താണ്. അതിന് 2 ആഴ്ച മുമ്പ് പോയ മോദി, നരേന്ദ്രമോദി, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരുന്നത്, അതിനുശേഷം പലവട്ടം കേരളത്തിൽ വന്നു പോകുന്നത്. അപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഇവിടത്തെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ജയിക്കുന്നത്. മാത്രമല്ല, ഈ പറഞ്ഞ കാലയളവിലൊക്കെ BJP എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസൻസ് ഇവിടെ ഉണ്ടാക്കിയത് നമ്മുടെ സുരേഷ് ഗോപിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, സുരേഷ് ഗോപി എന്നും ആരെങ്കിലും വാർത്തകളിൽ അത് പാർട്ടിക്ക് വേണ്ടിയായിരുന്നില്ല. പുള്ളി BJPക്കാരനായി മാറിക്കഴിഞ്ഞപ്പോൾ പുള്ളി ഏതെങ്കിലുമൊക്കെ സഹായം ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം വാർത്തയാവും, അതെല്ലാം BJPയുടെ കെയർ ഓഫ് ആവും. അതുപോലെ ശോഭാ സുരേന്ദ്രൻ പല ഘട്ടങ്ങളിൽ BJPയുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെട്ട് വാർത്തയായിട്ടുണ്ട്. അപ്പം ഈ BJP അപ്രസക്തമാവുന്ന സമയത്ത് കേരളത്തിൽ BJP പിടിച്ചു നിർത്തിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയും ഈ ശോഭാ സുരേന്ദ്രനും ഒക്കെയാണ്. അതുപോലെ അതിനുശേഷം ഇലക്ഷൻ പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്തെ സീറ്റ് രാജീവ് ചന്ദ്രശേഖരൻ വന്നിറങ്ങിയപ്പോൾ അപ്രമാദിത്യം അല്ലെങ്കിൽ ഒരു അസാധ്യമായ സാന്നിധ്യം പുള്ളി ഈ കേരളം മൊത്തം തിരുവനന്തപുരത്ത് മത്സരിക്കുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് കേരളം മൊത്തം എത്തിച്ചാണ് അദ്ദേഹം മത്സരം. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ശോഭന, സുരേഷ് ഗോപി അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരൻ, ഇവരുടെ 3 പേരുടെയും ഒരു കൃത്യമായ പ്രസൻസും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനവും ബാക്കിയുള്ള ഇടങ്ങളിൽ
BJPക്ക് വോട്ട് ചെയ്യാൻ പ്രചോദനം ഉണ്ടാവുകയും ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾക്ക് പ്രചോദനം ഉണ്ടാവുകയും കേരളത്തിലെ വോട്ടിംഗ് ഷെയർ കൂടാൻ സഹായിച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ സംസ്ഥാന ഭാരവാഹിത്വം അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഒരു കമ്മിറ്റി ഉണ്ടായിട്ട് ആ കമ്മിറ്റിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്തത്. നിങ്ങൾക്ക് ആലപ്പുഴയിലെ പോക്ക് എങ്ങനെയാ ജോണെ പോയത്? ആലപ്പുഴ അവർ ജയിക്കുമെങ്കിൽ അതിശയമൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എക്സിപ്പോളിനൊന്നും അവരുടെ ജയം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മലവെള്ളപ്പാച്ചിൽ പോലെ അവരുടെ കൂടെ ആൾ വന്നാൽ അവർ ജയിച്ചു പോകാം. കാരണം ആർക്കും അങ്ങനത്തുള്ള ജയം ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി ഇതൊക്കെ നമ്മൾ അവർക്ക് വോട്ട് ചെയ്തിട്ട് വന്നവർ പോലും അത് പറയത്തില്ല. അത് അവരുടെ ഒരു പോക്ക്. മാത്രമല്ല അവിടെ അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കേരള നേതൃത്വം കോൺഗ്രസിനെ അല്ല ഇവിടുത്തെ പിണറായി വിജയന്റെ കൂടെ നിൽക്കുക എന്ന് ഇവിടുത്തെ പൊതുജനം പറയുന്ന ഒരു അവസരത്തിൽ പിണറായിയെയും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയും കൃത്യമായിട്ട് പ്രതിരോധിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ നിന്നത്. EP ചേരാനേ ഉള്ളൂ, ഞങ്ങൾ ഇവരുടെ കൂടെ അല്ല, ഞങ്ങൾ പിണറായിയുടെ അഴിമതിക്ക് എതിരാണെന്നുള്ള കാര്യം വെളിച്ചത്ത് പറയുന്ന രീതിയിലാണ് അവർ നിന്നത്. ബാക്കി ഒതുക്കത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്യാവശ്യം പത്രസമ്മേളനത്തിൽ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം പറഞ്ഞു പോകുന്ന സുരേന്ദ്രനെയാണ് നമ്മൾ കാണുന്നത്. അല്ല ശരിയില്ല ഞാൻ പറഞ്ഞു, മുരളീധരനെയാണ്. പക്ഷെ ശോഭനയുടെ രീതി അതല്ലായിരുന്നു. ശോഭന മത്സരിക്കുമ്പോൾ പിണറായിയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്, ഇവിടുത്തെ കോൺഗ്രസിനെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരാൻ പാടില്ല, അല്ലെങ്കിൽ പിണറായിയുടെ അഴിമതി ഇവിടെ അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൃത്യമായി എണ്ണിപ്പറഞ്ഞ്. അപ്പോൾ അതെല്ലാം ഒരു പ്രചോദനമായി. പിണറായിയുടെ ഭരണത്തിനെതിരെയുള്ള വികാരം BJP കോട്ടായി മാറുന്നതിന് കൃത്യമായ കാരണം ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്, ശോഭാ സുരേന്ദ്രൻ പ്രവർത്തനമാണ്. പിന്നെ ഇദ്ദേഹം വയനാട്ടിൽ പോയി മത്സരിക്കേണ്ട, വയനാട്ടിൽ പോയി മത്സരിച്ചോളാം കേന്ദ്ര നേതൃത്വം പറഞ്ഞു. അതിനകത്തൊക്കെ കേന്ദ്ര നേതൃത്വത്തിന് വേറെ അജണ്ട കാണും, മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതിനുശേഷം ഇപ്പം എക്സിറ്റ് പോൾ വന്നപ്പോഴും കേരളത്തിൽ നിന്ന് വ്യക്തമായ സാന്നിധ്യം ഉണ്ടാവുമെന്ന് പറയുമ്പോഴും മുരളീധരന് കേരള സംസ്ഥാനത്തെ BJPയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവിടുത്തെ നായകനായിട്ട് നിന്നെങ്കിലേ മതിയാവും. സുരേന്ദ്രൻ സോറി മുരളീധരനല്ല, സുരേന്ദ്രൻ. മുരളീധരൻ മന്ത്രിയാണല്ലോ, അപ്പൊ അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. അപ്പം മുരളീധരനും സുരേന്ദ്രനും അവർ രണ്ടുപേരും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്, ഒരു ഗ്രൂപ്പിന്റെ ആൾക്കാരും ഒക്കെ. അപ്പൊ ഈ സുരേന്ദ്രന് പിടിച്ചേക്കേണ്ടതായിട്ടുണ്ട്. അത് ആരെങ്കിലും ഒക്കെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഞാനാണ് ഇതിന്റെ എല്ലാം നായകൻ. കാരണം പുള്ളിക്ക് ഇനി 2 കൊല്ലം കൂടെ വരേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഈ 6 കൊല്ലമാണ് BJP 2 ടേണേ ഇരിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താണല്ലോ. അതിനുശേഷം പിടിച്ചു നിൽക്കണമെങ്കിലും, കാരണം വളരെ പ്രായം കുറവാണ്. ഈ പ്രായത്തിൽ ഇത്രയും വലിയ പദവിയിൽ വന്നു എന്നുള്ളത് വളരെ നല്ല കാര്യം. പക്ഷേ ആ വന്നതിന് ശേഷം വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഇതിനകത്തെ പദവികൾ നഷ്ടപ്പെടുകയും BJPയുടെ സാന്നിധ്യം ഇല്ലാതാവുകയൊക്കെ ചെയ്താൽ അത് അതിനെക്കാട്ടി വലിയൊരു മോശം കാര്യം. കാരണം അതിനുവേണ്ടി പ്രാളം പിടിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ എക്സിറ്റ് പോൾ കണ്ടിട്ട് സുരേന്ദ്രന് സന്തോഷമാണോ വെപ്രാളമാണോ എന്നുള്ളതിനെ പറ്റി നമുക്ക് ആശങ്കയുണ്ട്. എന്തുവായാലും സന്തോഷമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അല്ല, ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തോന്നുകയാണ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്ക് BJP ഈ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പ്രവർത്തനം താഴോട്ട് പോയി. പിന്നീടാണ് സുരേഷ് ഗോപി രംഗത്ത് വരുന്നു. അദ്ദേഹം ഈ കരുവന്നൂർ വിഷയത്തിൽ ഉൾപ്പെടെ അദ്ദേഹം ഒറ്റയ്ക്ക് പദയാത്ര ഉൾപ്പെടെ നടത്തി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. BJPക്ക് പിന്നിൽ കുറേ ആളുകൾ അണിനിരക്കുന്നു. സമരമൊക്കെ പുള്ളി ഒറ്റയ്ക്ക് അദ്ദേഹം അങ്ങ് ഒരു ദിവസം രാവിലെ ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ആലോചനയൊന്നുമില്ലല്ലോ. അഥവാ ആലോചിക്കണമെങ്കിലും കേന്ദ്ര നേതൃത്വമായിട്ടാണ് അദ്ദേഹത്തിന് കണക്ഷൻ. ഇവിടെ ആരോടും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നത് അതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം. സുരേഷ് ഗോപി ഡയറക്റ്റ് കോണ്ടാക്റ്റാണ് മോദിയുമായിട്ടുള്ളത്. അദ്ദേഹം രാവിലെ അങ്ങ് ഇറങ്ങുകയാണ്. രാവിലെ ഇറങ്ങിയിട്ട് സമരങ്ങൾ ഏറ്റെടുക്കുന്നു, ആളുകളെ കാണുന്നു, അവശത അനുഭവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം മാറുന്നു. ഇവിടെ ഇപ്പുറത്ത് ചോദിച്ചു വാങ്ങിച്ച സീറ്റുമായി രാജീവ് ചന്ദ്രശേഖർ വരുന്നു. അപ്പോൾ അദ്ദേഹവും ആ തരത്തിൽ ഒരു ജനത്തിനിടയിലേക്ക് മതിപ്പുണ്ടാക്കി വളരെ പെട്ടെന്ന്, വളരെ താമസിച്ചാണ് അദ്ദേഹം വരുന്നത് പോലും. അദ്ദേഹം പക്ഷേ വളരെ പെട്ടെന്ന് ആളുകൾക്കിടയിൽ മതിപ്പുളവാക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും, പിന്നെ ശോഭാ സുരേന്ദ്രൻ വർഷങ്ങളായി കേരളത്തിൽ തന്നെയുള്ള ആളാണ്. ഇവർ രണ്ടും പക്ഷേ പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ പ്രധാനപ്പെട്ട നേതാവാണെങ്കിൽ കേരളത്തിൽ വന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇവർ നിൽക്കുമ്പോൾ എവിടെയാണ് എൻ്റെ സ്ഥാനം, ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും ഞാനിവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമായിട്ടേ നമുക്ക് ഇതിനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇതൊക്കെ മനസ്സിലാക്കാനും കഴിയുന്നതുമായിട്ടുള്ള ഏത് കാര്യം എവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുള്ള ദീർഘവീക്ഷണമുള്ള ഒരു മോദി അമിത്ഷായൊക്കെ നിൽക്കുമ്പോൾ അദ്ദേഹം പ്രാണം പിടിക്കുന്നതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പോകുന്നതിന് ഇവരൊക്കെ മതി, അല്ലെങ്കിൽ അവർക്കതിന് സാധിക്കും. അത്രത്തോളം ഇദ്ദേഹം വരുന്നില്ല എന്നൊക്കെ തോന്നിയാൽ, അല്ലെങ്കിൽ അത് ഇദ്ദേഹത്തിന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതിനെക്കാട്ടി കൂടുതൽ മനസ്സിലാവുന്ന സുരേന്ദ്രനാണ്. അപ്പം അത് അദ്ദേഹത്തിന് ഒരു ആശങ്ക ഉണ്ടാകും. വളരെ ചെറിയ പ്രായത്തിലാണ് ഈ
BJPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന പ്രസിഡന്റായിട്ടിരിക്കുന്ന പല ആളുകളും കേരളത്തിലെ അതെ അതെ പിന്നീട് അവർക്കൊരു ഉയർച്ച നമ്മൾ കാണുന്ന ആളല്ല. എത്രയോ സംസ്ഥാന പ്രസിഡന്റുമാർ ഇപ്പോഴും നമ്മൾ തന്നെ ആലോചിക്കും ഇതൊക്കെ ആരാന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് മാറുക. അവരുടെ രാഷ്ട്രീയ ഭാവി അടഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഒരു സംസ്ഥാന പ്രസിഡന്റ് ആയി കഴിഞ്ഞ ഒരു മറ്റു സംസ്ഥാനങ്ങളിലെ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ MLA MP ഒക്കെ ആവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇവിടെ ഞാനല്ലാതെ മറ്റാരും ആവണ്ട എന്നുള്ള ഒരു ആശങ്കയിൽ ചിലർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ BJP വളരാത്തത്. അല്ലെങ്കിൽ ആ BJPയെ വളർത്തിയിട്ട് അതിന്റെ നെറുകയിൽ കയറി ഇരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഞാൻ വളർന്ന് അതിന്റെ കൂടെ BJP പുറകെ വളർന്നു വന്ന് മേളിൽ കയറി ഇരിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് നടക്കാത്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആശങ്കപ്പെടുന്നതിന് കുറ്റമൊന്നുമില്ല. എനിക്ക് എന്നിൽ ആശങ്ക ഉണ്ടാവുന്നത് എൻ്റെ പോരായ്മ എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ്. അത് അദ്ദേഹത്തിന് ആ പോരായ്മ ബാക്കിയുള്ളവരെക്കാട്ടി കൂടുതൽ ബോധ്യപ്പെട്ട് കാണും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആശങ്ക ഉണ്ടാവുന്നത്.